Hey everyone, welcome to my channel, guys. And in this video, I will be watching a song by Neeraj Madhav. Actually, there are three artists, I think. Neeraj Madhav, Dubsy, and Baby Jean. These are the three artists. And the song is called Ballata Jati. That's the name of the song. And this came not too long ago, 11 days since the release, since I'm recording. And it is also number 46 in top music video. So yeah, I am in 11 days. Okay, firstly, love Neeraj Madhav. Secondly, love Dubsy. And let me just see who is the producer. So it's composed and arranged by NJ, which is Neeraj, and written, performed by all these three artists. Music, acha, RZ is the producer, as well as the mix and mastering has been done by him. So yeah, I don't want to delay this any further. The video has garnered 6 million views already, which is crazy. Also not that crazy, because I mean, he can pull in those numbers. I know that for a fact. Okay, so yeah, it's a 5-minute song. Let's listen to it right away. Thank God for the subtitles. Okay. From the album, I couldn't read it. Oh, the genie! Who's the genie? NJ is the genie? Huh? That's an intro. I'm already loving the video. അന്ന കൈമ കെട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത് പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത് മോനെ മുന്നപ്പെട്ട ഉണ്ട കൊടുക്കും പാഞ്ഞ പാക്കറ്റ് വെറുതെ തൊള്ളയിറക്കിയ ചള്ള പൊളിയോ നോക്കോ മേപ്പെട്ട് ബല്ലാത്ത ജാതിയും ബല്ലാത്ത ജാതി ഇവിടില്ലാത്ത ജാതി ആരും കൊല്ലാത്ത വ്യാധി ഓനെ കണ്ടാ പിന്നിലെ ഗല്ലാപ്പില്ലായി പൊല്ലാപ്പില്ലായി മല്ലിക്കെട്ട് അല്ലാക്കില്ലേ പല്ലേ മില്ലായി ചന്നം പിന്നെ Oh, that was a good flow switch. Oh, Ballata Jati, a different breed. Okay, okay. Okay. കെട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത് പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത് മോനെ മുന്നപ്പെട്ട ഉണ്ട കൊടുക്കും പാഞ്ഞ പാക്കറ്റ് വെറുതെ തൊള്ളയിറക്കിയ ചള്ള പൊളിയോ നോക്കോ മേപ്പെട്ട് I like the little bit of Arabic essence that is there in the song. What's my boy Dubsy? Waiting for him. That's Baby Jean. പാത്രത്തിൽ പാഞ്ഞങ്ങ് കേറണ്ട കച്ചി വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന ചങ്കും വെട്ടും മഞ്ചും വെത്തും എറിഞ്ഞ പോരണ വാടക പുള്ളർ പറയണ നോക്കണ്ട കൊരവളി പറിച്ചിട്ട് നായ്ക്കൾക്ക് തിന്നാനിട്ട I had to pause. That's how he raps. That's how he raps. Like, that voice is freaking unique. That voice is freaking unique. That's the first thing you notice about him, right? That unique voice and that unique cadence that he has. Or it's just for the song.
ഒന്ന് പിടിച്ചോ പഞ്ചാര പാത്രത്തിൽ പാഞ്ഞങ്ങ് കേറണ്ട കച്ചുവെട്ടും കാലും വെട്ടും വേണ്ടി വന്ന ചങ്കും വെട്ടും മഞ്ചും വെത്തും എറിഞ്ഞാ പോരണ വാടക പുള്ളർ പറയണ നോക്കണ കൊരവിളി പറിച്ചിട്ട് നായ്ക്കൾക്ക് തിന്നാനിട്ട പുണ്യം കിട്ടും എന്ന് ചോദിച്ചാലും മാറൂലട്ടോ ഇന്റെ മട്ടം മുമ്പിൽ വന്ന് പെട്ട പൊന്നെ അന്ന് നിൽക്കും മന്റെ ചാട്ടം മാറി നിൽക്ക് മാമ പൊട്ടെ കേറി നിൽക്ക് കാറ്റ് പൊട്ടെ ചീഞ്ഞ മുട്ടട തോട് പോലെ ഒരു മോന്ത കാട്ടിച്ച് കാല് നിൽക്കല നാല് വിരലും കഞ്ചി മുത്തിഞ്ഞ മൂത്ത് കുത്തിയ ചോര തുപ്പും പാര വെക്കാൻ പാലമിട്ട മാറി നിന്നോ പല്ലെടുക്കും അരക്കണ കീപ്പെട്ട് കെട്ടിയ മുണ്ടി ഞാൻ മടക്കി തന്നൊരു തൊട്ടിന്റെ ബലത്തിൽ ഭരിക്കുന്ന കണ്ട കുടുംബം എടുക്കും. And this little melody is also really good. I love it. Yes! Yes! മറമത്തിനിട്ട പണി കൊട്ട് അലമ്പത്താലൊരു പൊത്ത് മലപ്പുറം കത്തി മടക്കിച്ച് വെള്ളം വാങ്ങി അങ്ങ് വീട്ടേക്ക് There's a reason why he's my fave. കുട്ടി കുടിച്ചേക്ക് തുടച്ചേക്ക് മുടിച്ചേക്ക് വന്ന് 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 വാരി 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 മലബാർ വന്ന് ജോറി 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 പല്ല 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 പല്ലാത്ത ജാതിയും പല്ലാത്ത ജാതി ഇവിടില്ലാത്ത ജാതി ആരും കൊല്ലാത്ത വ്യാധി ഓനെ കണ്ടാ പിന്നിലയ ഗല്ലാപ്പില്ലായി പൊല്ലാപ്പില്ലായി മല്ലിക്കെട്ട് അല്ലാക്കില്ലേ പല്ലേ മില്ലായി ചന്നം പിന്നെ പുല്ലാത്തല്ലായി ഗുദാമില്ലായി പല പല പല്ലാത്ത ജാതി ഞമ്മള് പൊല്ലാപ്പില്ലായി പല്ലാത്ത ജാതി ഞമ്മള് പൊല്ലാപ്പില്ലായി അന്ന കൈമ കിട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത് പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത് ഓനെ മുന്നപ്പെട്ട ഉണ്ട കൊടുക്കും പാഞ്ഞ പാക്കറ്റ് The picturization, outfits, everything. He has to go back. Oh no! I just love how it's been the entire inspiration has been taken. Oh, this is by Def Jam. I knew that Dabzi was signed with Def Jam Recordings, but I didn't know about the rest of them. That's so cool. This was freaking amazing. This was freaking amazing. I absolutely loved it. This is, you know, I don't know, I was reacting to Gujarati rap just 2 days back. I was recording that, and that reaction is already out. So I was actually talking about Malayalam rap, and I was talking about regional rap at that point of time. I specifically mentioned that because I've watched the films from the Malayalam film industry. I'm aware of the music, and I have seen kind of in couple of years the rap scene has gone like so freaking mainstream in this industry, and I love it. It's just it's so fun to listen to these songs, and it's just amazing to see that big labels are actually signing on them and they're getting promoted so heavily, which is amazing. Like I said, Dabzi, for me though, he deserves literally every bit of success that he has achieved. I loved, okay, the surprise package here was for me Baby Jean, because that voice, what the hell was that voice? I loved it. I freaking loved that voice. It was crazy. That's why I wanted to know, is this his usual style? That's how he raps, that's how his cadence is. This is like, because every rapper has their unique point, right? So is this Baby Jean's uniqueness in terms of like the kind of voice modulation that he does? NJ, I mean, I remember which was the first song of Neeraj Madhav that I had reacted to. Oh, that was so good. The video was so good. I think Arcado, that was obviously done by Arcado. I think I saw Arcado's name here also.
So he's the recording engineer here, and the background scores have been given by him, which is great. I just want to see who is the editor of this video, because in fact everyone, like whoever's name I'm seeing in the video credit, they deserve a huge round of applause. So there are both aspects here. Firstly, the video is very, very engaging. I love how the entire inspiration has been taken from Aladdin, and moving that forward and moving that ahead, the outfits have been done so well. It's very, very colorful. The color grading is done so well. Everything, and of course the touch of modernity, because it's hip hop, so that touch is also there. So it's freaking well executed. Plus, camera work was phenomenal. The way the frames were cutting and moving, amazing. That little bit of choreography, that was great. All three of them brought such uniqueness to the song. Then you had that melodious part by the female singers. That was freaking amazing. Like, what's not to love in this song? I am not even surprised that the song has garnered like 6 million views. I am not even surprised, guys. I had a great time listening to the song. It was so much fun, and this is like today, this song is the first recording of today that I'm doing. So that's like an energetic start I got. I'm already energized, and obviously so loop worthy. Now, I do not know, again, with regional raps, that there's always this language barrier. I understood, obviously, the meaning was given, so it was more of a flex kind of song, because we are like a different breed and all. So it's a flex song, and don't mess with us, kind of like a warning for your off. So that's the topic of the song is something that I am very, very familiar with. That happens in hip hop. I loved their flows. I really, really loved their flows. Dubsy's melodic part was great. Now, when it comes to rhyme schemes and all, obviously, the entendres, that's where I cannot comment, because I do not know the language. So for that, you guys can let me know how you found it, basically, who know the language. So yeah, that was the reaction to Balla Tha Jati, Different Breed by NJ, Dubsy, Baby Jean, and of course, produced and mixed and mastered by RZ. Phenomenally done. The audio team, the mix and mastering team, like RZ also did a fabulous job with like the sound. Phenomenal. And then the video team, all of it came together really well. So yeah, that was the reaction, guys, and those were my thoughts. Let me know your thoughts in the comments below, and with that I will end this video here, and I will see you soon on my next one. Bye.